ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1, 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമാണ് ഞാൻ. നീ ആരാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലെ സുപ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണിത്. സ്നാപകനോട് ലേവ്യരും ഫരിസേയരും ചേർന്ന് ഈ ചോദ്യം ചോദിക്കുന്നു. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ വളഞ്ഞു പിടിച്ച് ചോദിച്ചു എന്ന് പറയുന്നതാകും ശരി. അതിനോടൊപ്പം തന്നെ അവർക്കുള്ള അറിവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏലിയയാണോ, പ്രവാചകനാണോ, മിശിഹായാണോ? അങ്ങനെ മറ്റുള്ളവർ യോഹന്നാനെക്കുറിച്ച് പറഞ്ഞതൊക്കെ ചോദിച്ചിട്ടും ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയും അതിനുള്ള മറുപടി അല്ല എന്ന 2 അക്ഷരത്തിൽ ഒതുക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുവചനം പറയുക, അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു, ഞാൻ അല്ല എന്ന്. ഏലിയായല്ല, പ്രവാചകനല്ല, മിശിഹായല്ല. അപ്പോൾ അല്ല എന്ന് 2 അക്ഷരത്തിൽ അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ലേവ്യരും ഫരിസേയരും അടുത്ത ചോദ്യം ചോദിക്കുന്നത്: താങ്കളെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു എന്ന്. ഞങ്ങളെ അയച്ചവർക്കൊരു മറുപടി കൊടുക്കണം, അതുകൊണ്ട് താങ്കളെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? ഈ ഒരു കാഴ്ചപ്പാടാണ് സ്നാപകനെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. താൻ ആരാണെന്ന തികഞ്ഞ ബോധ്യത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം മറുപടി നൽകുകയാണ്, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം മാത്രമാണ് ഞാൻ എന്ന്. താൻ ആരാണെന്ന ചോദ്യത്തിന് മുൻപിൽ അല്പം പോലും ഭയവും വിറയലും തപ്പലും കൂടാതെ വ്യക്തമായ ഒരു ഉത്തരം ഏറ്റവും പെട്ടെന്ന് നൽകാൻ സ്നാപകന് കഴിഞ്ഞു. സമയം കളയാതെ വളരെ നല്ല ഒരു മറുപടി. അപ്പോൾ ഇതേ ചോദ്യമാണ് ഓരോ ദിവസവും, ഓരോ നിമിഷവും ഓരോരുത്തരും ചോദിക്കേണ്ടത്: ഞാൻ ആരാണ്? എന്നെക്കുറിച്ച് ഞാൻ എന്ത് പറയുന്നു? അതാണ് ആധികാരികമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം പോലും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതേ ചോദ്യങ്ങൾ തന്നെ നമ്മളെക്കുറിച്ചാകുമ്പോൾ സമയം ഒരുപാട് എടുത്ത ശേഷം മാത്രമേ ഒരു മറുപടി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ആലോചിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മരണാസന്നയായി കിടന്ന ഒരു രോഗി സ്വപ്നത്തിൽ സ്വർഗത്തിലെത്തിയതായിട്ട് കാണുകയാണ്. അപ്പോൾ മാലാഖ സ്വർഗ കവാടത്തിൽ നിൽക്കുന്നു. ഈ രോഗി കടന്നു വരുമ്പോൾ മാലാഖയുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: താങ്കൾ ആരാണ്? ഉടനെ രോഗിയുടെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ മേയറുടെ ഭാര്യയാണ്. ഉടനെ മാലാഖ പറഞ്ഞു, ആരുടെ ഭാര്യയാണെന്നല്ല ചോദ്യം, താങ്കൾ ആരാണ്? രോഗി വീണ്ടും മറുപടി പറയുകയാണ്, 4 മക്കളുടെ അമ്മയാണ് ഞാൻ. എത്ര പേരുടെ അമ്മയാണെന്നല്ല ചോദ്യം, താങ്കൾ ആരാണ്? ഉടനെ രോഗി മറുപടി പറഞ്ഞു, ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. മാലാഖ പറഞ്ഞു, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല ചോദ്യം, ആരാണ് എന്ന. അപ്പോൾ എല്ലാ മറുപടിയും പറഞ്ഞിട്ടും ഈ സ്ത്രീ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ജീവിതം മുഴുവനും താൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്രയായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം രോഗം പോലും മറന്നുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആരാണെന്ന് അറിയാൻ സാധിക്കുന്ന ചില ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ DNA നമുക്ക് മാത്രം സ്വന്തമാണ്. അതാണ് മറ്റുള്ളവരും നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. ഒരാളുടെ ഉത്ഭവം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഈ DNA പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുറ്റാന്വേഷണങ്ങൾ വരെ ഇന്ന് പല കാര്യങ്ങൾക്കും വേണ്ടി DNA ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ DNA ഏതെല്ലാം കാര്യങ്ങളിൽ പ്രകടമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒന്ന് പറയേണ്ടി വരും. ഇപ്പോൾ വിരലടയാളം മുതൽ നമ്മളുടെ മണം വരെ. അതുകൊണ്ടാണല്ലോ മോഷ്ടാക്കളെയൊക്കെ അവരുടെ മണം പിടിച്ച് നായ്ക്കളെ വെച്ച് ഒക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മളുടെ മണം മാത്രമല്ല, നമ്മളുടെ വിരലടയാളം മാത്രമല്ല,
നമ്മൾ നടക്കുന്നത് പോലും വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും രണ്ട് കാലിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും അതുപോലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ DNA ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് ബന്ധുക്കളൊക്കെ കുഞ്ഞിനെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ സന്ദർശകർ ചിലരെങ്കിലും കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറയും, മൂക്ക് മമ്മിയുടേത് പോലെയാണ്, കവിള് പപ്പയുടേത് പോലെയാണ്, ചുണ്ട് വല്യമ്മയുടേത് പോലെയാണ്, ഇതൊക്കെ ഇങ്ങനെ പോലെയാണ് എന്ന് പറയാൻ സാധിക്കുമെന്നുള്ളതല്ലാതെ DNA തികച്ചും വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളെപ്പോലെ ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും DNA നമ്മുടേത് നമുക്ക് മാത്രമാണ്, നമ്മുടേത് മാത്രമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും DNA വേറെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നിരവധി കാര്യങ്ങളാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. നമ്മുടെ കഴിവുകൾ, അത് കൂടാതെ രോഗങ്ങൾ, ലഭിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെയും നമുക്കൊരു പരിധിവരെ വ്യത്യസ്തങ്ങളായി കാണാൻ സാധിക്കും. ഇവിടെയാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമ്മൾ കാണുന്നത്. ഇതൊരു മാനുഷികമായ വീക്ഷണമാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വീക്ഷണത്തിൽ നമുക്ക് നമ്മളെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ അല്പം വിശാലമായ വീക്ഷണത്തിൽ കാര്യങ്ങൾ കാണാൻ സാധിച്ചാൽ നമ്മുടെ DNA എന്ന് പറയുന്നത് ആ സ്വർഗീയ പിതാവിൻ്റെ DNA ആണ് എന്ന് പറയേണ്ടി വരും. ആ പിതാവിൻ്റെ മക്കളാണ് നമ്മളെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ടുള്ളവരാണ് നമ്മളെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ ഈ സത്യമാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്. ഈ ജന്മം തന്നെ മഹത്തരമാണ്, മഹത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. കാരണം നമ്മിലുള്ളത് സർവ്വപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ സ്വർഗപിതാവിൻ്റെ DNA ആണ്. അതിനർത്ഥം ജന്മം കൊണ്ട് തന്നെ നമ്മൾ മഹാന്മാരും മഹതികളുമാണ്. കർമ്മം കൊണ്ട് അത് സ്ഥിരീകരിക്കുക എന്ന ഒരൊറ്റ ദൗത്യം മാത്രമേ നമുക്കുള്ളൂ. ഈ അവബോധം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു പ്രവണത തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സാധാരണ ആളുകൾ പറയാറുണ്ട്, എൻ്റേതുപോലുള്ള ഒരു കുടുംബം ഈ ലോകത്തിൽ വേറെ ഉണ്ടാവില്ല, എന്നെപ്പോലെ ഈ ഭൂമിയിൽ ആരും കണ്ണീര് കുടിച്ചിട്ടുണ്ടാവില്ല, എന്നെപ്പോലെ ജീവിതത്തിൽ ദുരന്തങ്ങൾ കണ്ടവർ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല, എന്നെപ്പോലെ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല, ഉണ്ടാകാനും പാടില്ല എന്ന് തന്നെയാണ്. കാരണം വ്യത്യസ്തരാണ് നമ്മൾ. അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നു. ചില സാമ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ നമ്മെപ്പോലെ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ടുള്ളൂവെങ്കിൽ സംഭവിച്ചതെല്ലാം മറ്റാരിലും കണ്ടെത്താൻ കഴിയില്ല. ചില സാമ്യങ്ങൾ ഉണ്ടെന്നൊഴികെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ പരാജയങ്ങൾ അതുല്യമാണ്. നമ്മുടെ അനുഭവങ്ങൾ, സങ്കടങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ, പോരായ്മകൾ എല്ലാം അതുല്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ സ്വഭാവം, രീതികൾ, ചെയ്തികൾ, പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാം ഈ സത്യം വെളിവാക്കുകയാണ്. അപ്പോൾ മാനുഷികമായ DNA-ക്ക് കുറവുകളുണ്ടെങ്കിലും ദൈവികമായ ആത്മീയമായ DNA-ക്ക് ദൈവം ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു രാജകീയ കുടുംബത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. അവിടേക്കാണ് അവിടെ നമ്മളെ ക്ഷണിച്ചത്. വിശുദ്ധരും രക്തസാക്ഷികളും മൗതിക മൽപ്പാന്മാരും വേദപാരംഗതരുമൊക്കെ അടങ്ങുന്ന തീഷ്ണമതികളായ മിഷണറിമാരുള്ള സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും ദൈവം നമ്മളെ ക്ഷണിച്ചു. അപ്പോൾ ധന്യമായ ഒരു വിശുദ്ധ കുടുംബത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാനുഷികമായ കുറവുകൾക്കും പോരായ്മകൾക്കും പരാജയങ്ങൾക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവിടെയെല്ലാം നിർണ്ണയിക്കുന്നത് കൃപാവരങ്ങളോട് നമ്മളെങ്ങനെ സഹകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാഹ്യമായവയിലല്ല, ആന്തരികമായവയിലാണ് പ്രാധാന്യം. അപ്പോൾ നിങ്ങളും ഞാനും രൂപം കൊണ്ടത് ഒരു സാധാരണ പദാർത്ഥത്തിൽ നിന്നല്ല, തികച്ചും അനിതര സാധാരണമായ പദാർത്ഥത്തിൽ നിന്നാണ്. 10 മാറ്റുള്ള സ്വർഗീയ പിതാവിൻ്റെ DNA ആണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരനുഭവം നിങ്ങളുടെയും എൻ്റെയും ഉത്ഭവത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ എന്തു പറയുന്നു, താങ്കളെക്കുറിച്ച് താങ്കൾ എന്തു പറയുന്നു? അതിന് വ്യക്തമായ ഒരു ഉത്തരം ഈ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിച്ചാൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. ഈ ആത്മീയ DNA ആണ്, സ്വർഗീയ പിതാവിൻ്റെ DNA ആണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മഹോന്നതവും മഹത്തരവും ആക്കുന്നത്. ഇവിടുത്തെ കുടുംബാംഗങ്ങളെയാണ് നമ്മൾ അറിയേണ്ടത്. ഈ ജീവിത രീതിയെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ സവിശേഷമായ ഘടകവും. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ കുറവുകളും പോരായ്മകളും ബലഹീനതകളും കഴിവുകളും എല്ലാം
ദൈവം നമ്മെ അനശ്വരവും അതുല്യവുമായ ഒരു അനുഭവത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ അടയാളങ്ങളായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ DNA ഭാഗമാണെന്ന് ഇതൊക്കെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ചിലരെങ്കിലും കുറവുകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച്, കഴിവുകേടുകളെക്കുറിച്ച് പരിതപിക്കാറുണ്ട്. അത് ജീവിതത്തെ ഒരു ശൂന്യതയിലേക്കും ചിലപ്പോഴൊക്കെ നയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് മാതൃകയായി നിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ജീവിതങ്ങൾ നിരവധിയാണ്. അബ്രാഹത്തിൻ്റെ ജീവിതം ഓർക്കുക. ശാരീരികമായ ഒരു ബലഹീനതയുടെ പേരിലാണ് അദ്ദേഹം ജീവിതകാലത്ത് മുഴുവനും ദുഃഖിച്ചിരുന്നത്. പ്രതീക്ഷകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതിരുന്ന ഒരു ജീവിതം, പിന്നീട് ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ആ ബന്ധം വഴി ഒരു ജീവിതം അനശ്വരവും അനുഗ്രഹവുമായി തീരുകയാണ്. 75-ാമത്തെ വയസ്സിൽ വിളികേട്ട വൃദ്ധൻ, വളർന്നത് വാനോളം, വിശ്വാസികളുടെ പിതാവായി മാറി. ഒരു ശാരീരികമായ ബലഹീനത അബ്രാഹത്തെ ഇത്രയും വളർത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ശാരീരികമായ ബലഹീനതകളും മറ്റു സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടായിരുന്ന മറ്റൊരു മനുഷ്യനാണ് മോശ. ക്ഷിപ്രകോപിയായിരുന്നു, കൊലപാതകിയായിരുന്നു, വിക്കനായിരുന്നു. കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറവുകളെക്കുറിച്ച് ഓർക്കാനേ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. ഒരിക്കൽ മാത്രം ദൈവം വിളിച്ച സമയത്ത് പറഞ്ഞു, സംസാര പാഠവുമില്ല, ഞാൻ വിക്കനാണ് എന്നുള്ള കാര്യം. പിന്നീട് ഒരിടത്തും അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുന്നതായിട്ടോ ഈ ജീവിതത്തിന് അതൊരു തടസ്സമായിട്ടോ അദ്ദേഹം കാണുന്നില്ല. ഈ DNA കുറവുകളെ അദ്ദേഹത്തിന് മാറ്റാൻ സാധിച്ചു എന്ന് നമുക്കറിയില്ല. ജീവിതാവസാനം വരെ അദ്ദേഹം വിക്കനായിരുന്നോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രം നിർണ്ണയിക്കുന്നതിൽ ഈ മനുഷ്യൻ വഹിച്ച പങ്ക് നിർണായകമാണ് എന്നുള്ളതാണ്. അപ്പോൾ മാനുഷികമായ കുറവുകളുണ്ട് എങ്കിൽ തന്നെയും ദൈവികമായ ബന്ധം വഴി എല്ലാ കുറവിനെയും അതിജീവിക്കാൻ അവിടെ നമ്മളെ സഹായിക്കുകയാണ്. ഇതുപോലെ കുറവുകൾ ഏറെയുള്ള മനുഷ്യരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അബ്രാഹാം നമ്മൾ കണ്ടു കഴിഞ്ഞു, വയസ്സനായിരുന്നു. ഇസഹാക്ക് ദിവാസ്വപ്നം കാണുന്നയാളായിരുന്നു. യാക്കോബ് നുണ പറഞ്ഞ മനുഷ്യനാണ്. ജോസഫ് പീഡിപ്പിക്കപ്പെട്ടയാളാണ്. മോശ വിക്കനായിരുന്നു. ഗദയോൻ ഭയചകിതനായിരുന്നു. സാംസൺ സൗന്ദര്യത്തിന് പുറകെയായിരുന്നു. അതുപോലെ റാഹാബ് പാപിനിയായിരുന്നു. ജെറമിയായും തിമോത്തിയും വളരെ ചെറുപ്പക്കാരായിരുന്നു. ദാവീദ് അപരാധിയായിരുന്നു. ഏലിയായ്ക്ക് ആത്മഹത്യാ പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പണ്ഡിതന്മാർ പറയുക. നവോമി വിധവയായിരുന്നു. യോന ഒളിച്ചോടുന്നതിൽ മിടുക്കനായിരുന്നു. ജോബ് പാപ്പരായിരുന്നു. സ്നാപകൻ വെട്ടുകിളിയും കാട്ടുതേനും കഴിച്ച് ജീവിച്ച മനുഷ്യനാണ്. പത്രോസ് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. സമറിയാക്കാരി 6 തവണ വിവാഹമോചനം നേടിയ വ്യക്തിയാണ്. കൂടാതെ സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ പൊക്കം കുറഞ്ഞ ആളുമായിരുന്നു. അപ്പം ഇവരുടെയൊക്കെ ജീവിതം മാറിപ്പോയത് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധം വഴിയാണ്. ഇവരെല്ലാം പറഞ്ഞു തരുന്ന സത്യം, മാനുഷികമായ DNA കുറവുകളും പോരായ്മകളും ദൈവികമായ DNA കടന്നു വരുമ്പോൾ മാറി മറിയുകയാണ്, വ്യതിയാനം സംഭവിക്കുകയാണ്. നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ കുടുംബം, സമൂഹം, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ, അങ്ങനെ അറിവിൻ്റെ ലോകം വിശാലമാണ്. കൂടാതെ പഠിച്ചിട്ടുണ്ടായുള്ള അറിവുകൾ, ദുഃഖങ്ങളിലൂടെ വന്ന അറിവുകൾ, സന്തോഷങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, കൂടാതെ ആർജിച്ചെടുത്ത കഴിവുകൾ, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അറിയാതെ പോയത് എന്നെയും എൻ്റെ ജീവിതത്തെയും കുറിച്ച് മാത്രമാണ്. എൻ്റെ ആത്മീയമായ DNA യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ ഈ ആത്മീയ DNA നമ്മളോട് സംസാരിക്കുക. തിരുവചനം പറയുന്നത് ഇങ്ങനെ: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഇപ്പോൾ നിൻ്റെ ജീവന് പകരമായി ജനതകളെ ഞാൻ കൊടുക്കുന്നു. അത്രമാത്രം വിലയുള്ളതായി ദൈവം നമ്മളെ കരുതുന്നുണ്ടെങ്കിൽ അത് ഈ DNA ഭാഗമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ തിരുവചനം തുടർന്ന് പറയുക, ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ഞാനുണ്ട്. ഇതിലും വലിയ ഉറപ്പ് സ്വർഗീയ പിതാവിന് നമുക്ക് നൽകാൻ സാധിക്കുകയില്ല. 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നമ്മൾ അങ്ങനെയാണ് താനും. അതാണ് നമ്മളുടെ ആത്മീയ DNA ഒരു പ്രത്യേകത. ഈ DNA പ്രവർത്തന നിരതമാകുന്നത് മാമോദീസായിലൂടെയാണ്. വെള്ളവസ്ത്രം ധരിച്ച്
കത്തിച്ച തിരി കയ്യിൽ പിടിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ചുംബനം നമ്മൾക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ മകളും മകനുമായി മാറുന്ന ഏറ്റവും മനോഹരമായ ഒരു കൂദാശ. ഇപ്പം ഈ കൂദാശയിലൂടെ നമ്മൾ ആരാണെന്നറിയുന്നു, ആരുടേതാണ് എന്നുകൂടി നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മളെ അറിയാനും വായിച്ചെടുക്കാനും സാധിക്കുക. നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പേര് പറയും, പിന്നീട് ഇന്ന സ്ഥലത്ത് നിന്നാണ് പറയും, അത് കഴിഞ്ഞിട്ട് ആരുടെ മകനാണ് മകളാണ്, പിന്നെ എല്ലാം ബന്ധങ്ങളിലേക്കാണ്. ഒരു ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മാത്രമേ നമ്മൾ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ഇത്രയും ആഴമായ ഒരു ദൈവിക ബന്ധത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ ഈ ജന്മം ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഉള്ളത് എന്ന സത്യം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, 1 യോഹന്നാൻ 4:6, നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, അങ്ങനെയെങ്കിൽ അവകാശികളാണ്, അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നതിലൂടെ എല്ലാത്തിനും നമ്മൾ അവകാശികളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതവും മനോഹരമാണ്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, ദൈവമേ ഞാൻ അങ്ങയെ അറിയട്ടെ, എന്നെയും അറിയട്ടെ എന്നുള്ളതാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതവും ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരിക. ഒരിക്കൽ മഠത്തിൽ ഒരു ആൺകുട്ടിയെ കാണാൻ ഇടയാകുന്നു. ഓടിച്ചെന്ന് ചോദിക്കുന്നു, നീ ആരാണ് എന്ന്. ഉടനെ കുട്ടി വീണ്ടും മറുചോദ്യം ചോദിക്കുന്നു, താങ്കൾ ആരാണ് എന്ന്. ഉടനെ വിശുദ്ധയുടെ മറുപടി ഇങ്ങനെ, ഞാൻ ഈശോയുടെ ത്രേസ്യയാണ്, ത്രേസ്യയുടെ ഈശോയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഇപ്പോഴത്തെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാൻ സാധിക്കും? താങ്കളെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? അതിനൊരു ഉത്തരം ദൈവികമായ ബന്ധത്തിൽ, ആത്മീയ DNA അടിസ്ഥാനത്തിൽ പറയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ജയിക്കാൻ ജനിച്ചവരാണ് നമ്മളെന്ന് ഓർത്തിരിക്കുക. ഈ ജന്മം തന്നെ മഹത്തരമാണ്, മഹോന്നതമാണ്. അതുകൊണ്ട് ആ DNA അറിഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.